ഓക്കെ, ഹലോ എവരിവൺ. നമ്മൾ അടുത്തത് പഠിക്കാൻ പോണ താരിഫ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ പഠിക്കാൻ പോണ മൊഡ്യൂൾ 5-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് താരിഫ്. ഓക്കെ, അതായത് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ടല്ലോ അല്ലേ. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന താരിഫ് മെക്കാനിസംസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ബില്ല് മന്ത്ലി വരുന്നുണ്ട്. നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ചോ ആ എമൗണ്ടിനുള്ള എമൗണ്ട് നമുക്ക് ബില്ലായിട്ട് കിട്ടുന്നു. നമ്മൾ KSEBക്ക് പേ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ 3 രൂപ 3 rupees വെച്ചിട്ടാണ് നമുക്ക് എമൗണ്ട് തരണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഒരു കടയൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അത് 7 രൂപ 50 പൈസ ആയിരിക്കും. ഓക്കെ, രണ്ടാളും ഉപയോഗിക്കുന്നതും ഒരേ KSEBയിൽ നിന്ന് തരുന്ന എനർജി ആയിരിക്കും. ചിലവർക്ക് അത് ഒരു യൂണിറ്റിന് 9 രൂപ വരാം, ചില ഒരു യൂണിറ്റിന് അത് ചിലപ്പോൾ 1 രൂപ 50 പൈസയൊക്കെ വരും. പല നിരക്കിലുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിരക്കിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നിരക്ക് എങ്ങനെ നമുക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന എനർജീന് എങ്ങനെയാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് അറ്റ് വിച്ച് ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് സപ്ലൈഡ് ടു എ കൺസ്യൂമർ ഈസ് നോൺ ആസ് താരിഫ്. ഓക്കെ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദ റേറ്റ് ഓഫ് എനർജി സപ്ലൈഡ് ടു എ കൺസ്യൂമർ എന്ന് പറയുന്നതിനാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് നമ്മുടെ താരിഫിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനറേഷൻ ഉണ്ട്, ട്രാൻസ്മിഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ കൺസ്യൂമേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ സ്ഥലത്തും ആ ഒരു യൂണിറ്റ് ഓഫ് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് എനർജി എത്ര രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കൊരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യമാണ് ഈ താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റിക്കവറി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി അറ്റ് ദി പവർ സിസ്റ്റം. ഇപ്പോൾ നമ്മളൊരു സാധനം മേടിച്ചു എന്ന് വിചാരിക്കും, നമ്മളൊരു ജനറേറ്റർ പർച്ചേസ് ചെയ്തു. ഓക്കെ, ആ ജനറേറ്ററിന് ഏകദേശം 1 lakh rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ജനറേറ്ററിന് പൈസ കൊടുക്കണ്ടേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ജനറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഓരോ KWH-നും ഈ ഒരു ജനറേറ്ററിന്റെ കോസ്റ്റും കൂടെ നമ്മൾ ചേർത്തേണ്ടി വരും. അങ്ങനെ പലതരം കോസ്റ്റുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു ഫൈനൽ വാല്യൂന് താരിഫ് എന്ന് പറയുന്നത്. പിന്നെ റിക്കവറി ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനും വാങ്ങി വെച്ച ഓരോ സാധനത്തിൻ്റെയും വില എല്ലാം കൂടെ ആഡ് ചെയ്ത് വരണം. പിന്നെ അതേപോലെ മീറ്ററിംഗ് എക്യുപ്മെന്റ്, ബില്ലിംഗ് എക്യുപ്മെന്റ്, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടെ ഫൈനലി നമ്മൾ കൺസിഡർ ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരിഫ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ റിട്ടേൺ കിട്ടണം. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് താരിഫ് ഉപയോഗിക്കുന്നത്, കൺസ്യൂമേഴ്സിന് എങ്ങനെ കിട്ടണം, അതേപോലെ എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം, എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കത് പ്രോഫിറ്റബിൾ ആയി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം ഒരു ദിവസം 230 അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 months നമുക്കിപ്പോൾ ഏകദേശം ഒരു 400 യൂണിറ്റുകളാണ് വേണ്ടി വന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ഇതേ തന്നെ ഇൻഡസ്ട്രിയിൽ ഒരു മാസം തന്നെ 1 month തന്നെ ഏകദേശം ഒരു 40,000 യൂണിറ്റ്സ് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ 400 യൂണിറ്റുകാരനും 40,000 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്കും ഒരേ ചാർജസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 400 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമറും 40,000 യൂണിറ്റ് ഉള്ള ആൾക്കും നമ്മൾ എന്തെങ്കിലും ഒരു പ്രൈസിൽ ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ബൾക്കായിട്ട് അവർ എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള റിഡക്ഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ പുതിയ ഇൻഡസ്ട്രികളും അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകളെല്ലാം നമുക്ക് വരുള്ളൂ. അപ്പോൾ ഓരോ അപ്ലിക്കേഷൻ അനുസരിച്ചുള്ള ഫെയർ ആയിട്ടുള്ള വാല്യൂസ് വേണം നമ്മൾ താരിഫിന് ഉണ്ടാക്കാൻ. പിന്നെ സിംപ്ലിസിറ്റി. ഓക്കെ, കാൽക്കുലേഷൻ ആയാലും ശരി, പിന്നെ കാൽക്കുലേറ്റിംഗ് മെത്തേഡ് ആയാലും ശരി,
പിന്നെ ഒരുപാട് കോംപ്ലക്സ് ആകാത്ത രീതിയിൽ നമ്മൾ കാൽക്കുലേഷൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം. ആര് നോക്കിയാലും നമ്മുടെ KSEBിയുടെ തന്നെ ഒരു മീറ്റർ ബില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൺസ്യൂമർ നെയിം ഉണ്ടാവും, നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു, നമ്മുടെ കണക്റ്റഡ് ലോഡ് എത്രയാണ്, പ്രീവിയസ് എത്രയാണ്, നമ്മുടെ ആവറേജ് എത്രയാണ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിന് പവർ ഫാക്ടർ എത്രയാണ്, മീറ്റർ വാടക എത്രയാണ്, ഫിക്സഡ് ചാർജ് എത്രയാണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന താരിഫിൻ്റെ സിംപ്ലിസിറ്റി ഓഫ് കാൽക്കുലേഷൻസ് വേണം. പിന്നെ റീസണബിൾ പ്രോഫിറ്റ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്കീമുകൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കൺസിഡറേഷൻസും ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിലും കൂടുതലായിട്ട് എനർജി കൺസംഷൻ ഉള്ള പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ ഇൻഡസ്ട്രീസൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഇത്രയും ടൈപ്സ് ഓഫ് താരിഫിനാണ് നമുക്കിതിൽ ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ താരിഫ് ഓർ യൂണിഫോം റേറ്റ് താരിഫ്, ഫ്ലാറ്റ് റേറ്റ് താരിഫ്, ബ്ലോക്ക് റേറ്റ് താരിഫ്, 2 പാർട്ട് താരിഫ്, മാക്സിമം ഡിമാൻഡ് താരിഫ്, പവർ ഫാക്ടർ താരിഫ്, 3 പാർട്ട് താരിഫ്. അങ്ങനെ ഇത്രയും വെറൈറ്റീസ് ഓഫ് താരിഫ് ഉണ്ട്. എക്സാമിന് എപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒരു രീതി, ഏതെങ്കിലും കുറേ 1, 2, 3 ടൈപ്പ് ഓഫ് താരിഫുകൾ ചോദിക്കാം. അതിലല്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ പ്രോബ്ലംസും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ ടൈപ്പ് താരിഫിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും പഠിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ താരിഫ് ഓർ യൂണിഫോം റേറ്റ് ഓഫ് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വെരി ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂംഡ്. നമ്മൾ പറയുന്ന ഓരോ താരിഫിലും ഓരോ കീവേഡുകൾ ഉണ്ടാവും, അത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സിമ്പിൾ താരിഫ് ആണ് വെൻ ദർ ഇസ് എ ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് ഓഫ് എനർജി കൺസ്യൂം ഇറ്റ് ഈസ് കാൾഡ് സിമ്പിൾ താരിഫ് ഓർ യൂണിഫോം റേറ്റ് താരിഫ്. അതായത് ഒരു യൂണിറ്റിന് 5 രൂപ എന്ന് പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഇത് ആര് ഉപയോഗിച്ചാലും ഇതേ റേറ്റ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 1000 യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1000 × 5, ഓക്കെ, 10,000 യൂണിറ്റ് ഉപയോഗിച്ചാലും 10,000 × 5, അങ്ങനെ. അതാണ് ഈ ഫിക്സഡ് താരിഫ് അല്ലെങ്കിൽ യൂണിഫോം റേറ്റ് താരിഫ് അല്ലെങ്കിൽ സിമ്പിൾ താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് താരിഫ് പ്രൈസ് യൂണിറ്റ് പെർ യൂണിറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഇത് എപ്പോഴും ഒരു കാലത്തും മാറില്ല. ഈ 5 റുപ്പീസ് എന്ന് പറയുന്നത് മാറുന്നില്ല. നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചാലും × 5 എന്നുള്ള രീതിയിൽ തന്നെയാണ് വരിക. പിന്നെ ദ കൺസെപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ കൺസ്യൂമർ ടെർമിനൽ ഇസ് റെക്കോർഡഡ് ബൈ യൂസിങ് എനർജി മീറ്റർ. നമ്മളൊരു സാധാരണ എനർജി മീറ്റർ ഉപയോഗിക്കുന്നു. എത്ര യൂണിറ്റ് പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ 230 യൂണിറ്റ് ഉപയോഗിച്ചെങ്കിൽ 230 × 5 എത്രയാണോ ആ ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ് സിംപ്ലസ്റ്റ് ഇൻ ഓൾ താരിഫ്. നമ്മൾ ബാക്കി ഇനി ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ താരിഫിനേക്കാളും ഏറ്റവും സിമ്പിളും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലൊരു താരിഫായിരുന്നു അത്. അതുകൊണ്ടാണ് ഇതിൻ്റെ സിമ്പിൾ താരിഫ് ഒരു യൂണിഫോം റേറ്റ് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ആണ്? ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ ടൈപ്സ് ഓഫ് കൺസ്യൂമർ സിൻസ് എവരി കൺസ്യൂമർ ഹാസ് പേ ഈക്വാലിറ്റി ഫോർ ദ ഫിക്സഡ് ചാർജ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻഡസ്ട്രി അയാൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നു. ആ ഇൻഡസ്ട്രിയിൽ പെർ ഡേ 1000 യൂണിറ്റ്സ് വേണമെങ്കിൽ 1000 × 5 5000 റുപ്പീസ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ വീട്ടുപയോഗം 100 രൂപയാണ്, 100 യൂണിറ്റ് ആണെങ്കിൽ 100 × 500 ആണ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിക്കാരന് ഇത്രയും യൂണിറ്റ് അയാൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അയാൾക്ക് നമുക്ക് ഡിസ്കൗണ്ടുകളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അയാളുടെ ഇൻഡസ്ട്രിയുടെ ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിലപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അയാൾ തുടങ്ങേണ്ട തന്നെ വിചാരിച്ചു പോകും. ഓക്കെ, പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് ഡെലിവേർഡ് ഈസ് ഹൈ. ഓക്കെ, അതായത് ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, എന്നിട്ടാണല്ലോ കൺസ്യൂമറിന് കിട്ടുക. അപ്പോൾ ചിലപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡെലിവർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ കൊണ്ടുവന്ന് തരുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പ്രൈസ് വളരെ കൂടുതലായിട്ട് വരും. ഇറ്റ് ഡസ് നോട്ട് എൻകറേജ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. കണ്ടോ, ഇലക്ട്രിസിറ്റി ഉപയോഗത്തിന് അത് എൻകറേജ് ചെയ്യുന്നില്ല. ഇതൊക്കെയായിരുന്നു ഈ സിമ്പിൾ താരിഫിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതിൻ്റെ ഇത് കളയാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്ലാറ്റ് റേറ്റ് താരിഫ് കൊണ്ടുവന്നത്. ഓക്കെ, ഇതെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്യൂമർ ആർ ചാർജ് അറ്റ് ഡിഫറെൻറ്റ് യൂണിഫോം റേറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ഫ്ലാറ്റ് റേറ്റ്. അതായത് ഇപ്പോൾ ഹൗസ് ഹോൾഡ്, ഓക്കെ, വീട് ഉപയോഗിക്കുന്നവർക്ക് 1.5 രൂപ മതി. ചെറിയ ഷോപ്പ്, സ്മോൾ ഷോപ്പ് അങ്ങനെയാണെങ്കിൽ അവർക്ക് 2.5. അതല്ല കുറച്ച് ബിഗ് ഷോപ്പാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു 3 രൂപ. അല്ലെങ്കിൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് 4 രൂപ. അല്ലെങ്കിൽ ഒരു ഫാക്ടറിയാണ് ഉപയോഗിക്കുന്നത് അവർക്കാണെങ്കിൽ 5 രൂപ. അങ്ങനെ ഒരേ ഇലക്ട്രിസിറ്റി തന്നെ നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് അവർ ഡിഫറെൻറ്റ് റേറ്റ്സിൽ കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ ഫ്ലാറ്റ് റേറ്റ് താരിഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻസ് ദ ഫ്ലാറ്റ് റേറ്റ് tariff varies according to the way of supply is used. Separate meter is used for lighting load, power load, etc.
അപ്പോൾ ആലോചിച്ച് നോക്കെ, ഒരു വീട്ടിൽ അയാൾ തന്നെ ഒരു വീടും ഒരു ചെറിയ കടയും വെച്ച് തുടങ്ങിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇയാൾക്ക് ഇവിടെ കടയ്ക്കൊരു മീറ്റർ കൊടുക്കേണ്ടി വരും, ഇയാൾ ഷോപ്പിന് വേറെ മീറ്റർ കൊടുക്കേണ്ടി വരും. എന്താണെന്നാണ് രണ്ടും രണ്ട് ആപ്ലിക്കേഷനിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന താരിഫ് എക്സ്പെൻസീവ് ആവും, കോംപ്ലിക്കേറ്റഡും ആവും. ക്ലിയർ അല്ലേ? പിന്നെ അതേപോലെ പെർട്ടിക്കുലർ കാൾസ് ഓഫ് കൺസ്യൂമർ ഈസ് ചാർജ് അറ്റ് സെയിം റേറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി കൺസ്യൂംഡ്. ഓക്കെ, അവിടെയും അത് തന്നെയാണ്. ഫാക്ടറിയിൽ 50,000 യൂണിറ്റ് ഉപയോഗിച്ചു, അയാൾക്ക് ഇതേ താരിഫ് തന്നെ. പക്ഷെ ഹൗസ് ഹോൾഡിൽ അയാൾ 50,000 യൂണിറ്റ് ഉപയോഗിച്ചു, പക്ഷെ അയാൾക്ക് 1.5 രൂപ മതി. അപ്പോൾ എന്തായി, മാഗ്നിറ്റ്യൂഡ് ഇറസ്പെക്റ്റീവ് ആയിട്ട് വന്നു എന്നാണ് അതിൽ പറയാം. അപ്പോൾ big consumers are charged at lower rate as in this case is fixed charge can be reduced. അപ്പോൾ എന്ത് ചെയ്തു, വലിയ കൺസ്യൂമറിന് നമ്മൾ റേറ്റ് കുറവാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ പിടിച്ചെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് ഇവിടെ കണ്ടോ, however a big consumer should be charged at lower rate as in case the fixed charge per unit are reduced. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് ചാർജ്, നമുക്ക് എനർജി കൺസ്യൂം ചെയ്തതിൻ്റെ ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ഫിക്സഡ് ചാർജ് എത്ര രൂപ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട്, ഈ ഒരു സ്ലാബ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ രീതിയിൽ. പക്ഷേ അതും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്ക് റേറ്റ് താരിഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടു. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കായിട്ട്, ഇതിപ്പോൾ 1000-ന്റെ 100-ന്റെ ബ്ലോക്ക്, ഇത് 200-ന്റെ ബ്ലോക്ക്, ഇത് 300-ന്റെ ബ്ലോക്ക് ആണെങ്കിൽ 100 യൂണിറ്റ് വരെയാണ് ഇയാൾ ഉപയോഗിക്കണമെങ്കിൽ ഇയാൾക്ക് 4 റുപ്പീസ്. ഓക്കെ, 100 യൂണിറ്റിന് മേലെ ഇയാൾ ഉപയോഗിക്കണമെങ്കിൽ 3 രൂപ 50 പൈസയെ കുറയുന്നു. ഓക്കെ, യൂണിറ്റിൻ്റെ ഉപയോഗം കൂടുമ്പോൾ പ്രൈസ് കുറയുന്നു. അതല്ല 300 യൂണിറ്റിന് മേലെ ഉപയോഗിക്കണമെങ്കിൽ 3 റുപ്പീസ് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ എനർജീനെ പ്രോഗ്രസ് ചെയ്ത് പോകും തോറും അതിൻ്റെ റേറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ഇതിനെയാണ് ബ്ലോക്ക് റേറ്റ് താരിഫ് എന്ന് നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അതാണ് ഇവിടെ കണ്ടത്, കൺസ്യൂമേഴ്സ് ഗെറ്റ് ഇനിഷ്യേറ്റീവ് ടു കൺസ്യൂം ദ മോർ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന എനർജിയുടെ അളവ് കൂടാൻ തുടങ്ങി. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് താരിഫ് ഈസ് യൂസ്ഡ് അറ്റ് ദ മെജോറിറ്റി ആയിട്ട് റെസിഡൻഷ്യൽ ആൻഡ് സ്മോൾ കമേഴ്ഷ്യൽ ഏരിയസിലൊക്കെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് താരിഫ് ഉപയോഗിക്കാൻ തുടങ്ങി, ബ്ലോക്ക് റേറ്റ് താരിഫ് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത്, ഇത് തൊട്ടാണ് നമ്മൾ വിട്ടായിട്ട് പഠിക്കേണ്ടത്. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഇവിടെ തൊട്ടാണ്, മുന്നിലും ചോദിക്കും, കുറച്ചും കൂടെ പ്രിക്കോഷൻ എടുത്ത് പഠിക്കേണ്ടത് ഇവിടെ നിന്നാണ്. 2 പാർട്ട് താരിഫ്. അപ്പോൾ ഇതൊക്കെ എഴുതുന്നതിന് മുമ്പ്, താഴെയുള്ളതെല്ലാം വായിക്കുന്നതിന് മുമ്പ് ഈ 2 പാർട്ട് താരിഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ടോട്ടൽ ചാർജസ്, ഓക്കെ, നന്നായി നോക്കുക. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ബി ഇൻറ്റു കെ ഡബ്ല്യു പ്ലസ് സി ഇൻറ്റു കെ ഡബ്ല്യു എച്ച്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൽ അല്ലെങ്കിൽ ആ കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് ഇൻ കെ ഡബ്ല്യു, ചാർജ് പെർ കെ ഡബ്ല്യു. ഓക്കെ, ഇപ്പോൾ ഒരു കെ ഡബ്ല്യുവിന് നമ്മൾ 5000 രൂപയുടെ ഫിക്സ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കെ ഡബ്ല്യുവിന് ഇൻറ്റു 5000 പ്ലസ് അയാൾ എത്ര യൂണിറ്റ് എനർജി ഉപയോഗിക്കുന്നു. അപ്പോൾ 5000 പ്ലസ് ഇപ്പോൾ അയാൾ ഒരു 100 യൂണിറ്റ് ഉപയോഗിച്ചു 1.5 രൂപയുടെയാണെന്നുണ്ടെങ്കിൽ 100 ഇൻറ്റു 1.5 റുപ്പീസ്. അപ്പോൾ അയാളുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5000 പ്ലസ് 100 ഇൻറ്റു 1.5 ആണ് അയാളുടെ ടോട്ടൽ എമൗണ്ട്. ഇതിനെയാണ് നമ്മൾ 2 പാർട്ട് താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, 2 പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്തൊക്കെയാണ് അതിലുള്ളത്. 2 പാർട്ടിൽ എന്താണ്, ഒന്ന് മാക്സിമം ഡിമാൻഡും ഇനി അയാളുടെ എത്ര എമൗണ്ട് അയാൾ ഉപയോഗിച്ചു, അതിനാണ് കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദ റേറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ചാർജ് ഓൺ ദ ബേസിസ് ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ ആൻഡ് ദ യൂണിറ്റ് കൺസ്യൂംഡ് ഈസ് കോൾഡ് ആസ് 2 പാർട്ട് താരിഫ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെയാണ്, ഒന്ന് എത്ര കെ ഡബ്ല്യു ആണ് അയാളുടെ മാക്സിമം ഡിമാൻഡ്, ഓക്കെ, പ്ലസ് അയാൾ എത്ര എനർജി ഉപയോഗിച്ചു, ഓക്കെ, ഇൻറ്റു അതിൻ്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ കെ ഡബ്ല്യു മാക്സിമം ഡിമാൻഡിനും ഒരു പൈസ ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ബൈ കൺസ്യൂമർ, ഇറ്റ് റിക്കവർ ദ ഫിക്സഡ് ചാർജ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ബട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി യൂണിറ്റ് കൺസ്യൂംഡ്. ഓക്കെ, അപ്പോൾ അയാൾ ഫിറ്റ് ചെയ്തതിൽ 20,000 ആണ് മാക്സിമം ഡിമാൻഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ 20,000-ൻ്റെ ഒരു ഫിക്സഡ് ചാർജ് എന്തായാലും കൊടുക്കണം, പ്ലസ് അയാൾ എത്ര എമൗണ്ട് ഉപയോഗിച്ചു എന്നുള്ളതിനും നമ്മൾ എമൗണ്ട് കൊടുക്കണം. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം ആ ഫാക്ടറി അയാളുടെ നടന്നിട്ടില്ല, ഒന്നും നടന്നില്ല, അയാൾ ഉപയോഗമേ ഒന്നും നടന്നിട്ടില്ലെങ്കിലും അയാളുടെ ഈ മാക്സിമം ഡിമാൻഡിനുള്ള എമൗണ്ട്
കൊടുക്കേണ്ടി വരും. ഓക്കെ, അതൊരു വലിയൊരു പ്രശ്നമാണ് ഈ ഒരു 2 പാർട്ട് താരിഫിൽ. പിന്നെ അതൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ അപ്പോഴേ പറഞ്ഞു. ദിസ് ആൾവേസ് എറർ ഇൻ അസസിങ് ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമർ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്തായിരുന്നു എപ്പോഴും ഏറ്റവും പ്രശ്നം പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിൽ എപ്പോഴും ഒരു എറർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ അവിടെ ഫിറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളെയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, ഫാന്, ഹോട്ട് ഓവൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തിട്ട് ഉള്ളതാണ് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ സാധനങ്ങൾ എല്ലായ്പ്പോഴും ഒരേ സമയത്ത് ഉപയോഗിക്കണമെന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ ഡിസഡ്വാൻറ്റേജ് 2 പാർട്ട് താരിഫിലുണ്ട്. അതിനുശേഷം വന്നായിരുന്നു മാക്സിമം ഡിമാൻഡ് താരിഫ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ദി 2 പാർട്ട് താരിഫ്. ദ ഓൺലി ഡിഫറൻസ് ഇൻ ദ മാക്സിമം ഡിമാൻഡ് ഈസ് ആക്ച്വലി കാൽക്കുലേറ്റിംഗ് ബൈ ഇൻസ്റ്റാളിംഗ് മാക്സിമം ഡിമാൻഡ് മീറ്റർ ഇൻ ദ പ്രിസൈസ് ഓഫ് ദ കൺസ്യൂമർ. മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച 2 പാർട്ട് താരിഫ് പോലെ തന്നെ, പക്ഷേ അവിടെ മാക്സിമം ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് ഇവിടെ എന്ത് ചെയ്തു, ഒരു മാക്സിമം ഡിമാൻഡ് മീറ്റർ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ആ മീറ്ററിൽ കാണിക്കും മാക്സിമം ഡിമാൻഡ് എത്ര വന്നു, അതേ ഇൻ്റെ ഒരു റുപ്പീസ് പ്ലസ് പിന്നെ അയാൾ എത്ര എനർജി ഉപയോഗിച്ചു അതേ ഇൻ്റെ ഒരു റുപ്പീസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ അയാൾക്ക് ബില്ല് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ പവർ ഫാക്ടറിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പവർ ഫാക്ടർ, അപ്പോൾ ആ താരിഫിൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കണ്ടുപിടിച്ചുണ്ടാക്കിയ ഒരു താരിഫാണ് പവർ ഫാക്ടർ താരിഫ്. ഓക്കെ, നമുക്കറിയാം P is equal to VI cos 5 ആണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിൽ പവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ചെയ്യുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, വോൾട്ടേജ് എന്ന് പറയുന്നത് 2ഉം കറണ്ട് എന്ന് പറയുന്നത് ഒരു 1ഉം പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 ആണെങ്കിൽ നമ്മുടെ പവർ എത്ര വരിക, V × I × cos 5 ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 2 × 1 × 0.8 എന്ന് പറയുന്നത് എത്രയാണ്, 2 × 0.8 എന്ന് പറയുന്നത് 1.6 ആണ്. ഇതേ നിങ്ങൾ പവർ ഫാക്ടർ യൂണിറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, cos 5 എന്ന് പറയുന്നത് 1 ആക്കി എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, 2 × 1 എന്ന് പറയുന്നത് 2 rupees ആയിട്ട് മാറും. കണ്ടോ, അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റിനെ വളരെയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു താരിഫാണ് പവർ ഫാക്ടർ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് പവർ ഫാക്ടർ താരിഫ് എന്ന് പറയുന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. KVA മാക്സിമം ഡിമാൻഡ് താരിഫ്, സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ്, KW അല്ലെങ്കിൽ KVR താരിഫ് എന്നുള്ള രീതിയിൽ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ KW KVA മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് നമുക്ക് ഉള്ളത് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു KVA is inversely proportional to power factor ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വഴികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KVA is inversely proportional to cos 5 ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പവർ ഫാക്ടർ വേരി ചെയ്യുന്നതിനനുസരിച്ച് KVA മാറണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സാധനങ്ങളിലും ഉപയോഗിക്കുന്ന പവർ ഫാക്ടറിനനുസരിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് നമ്മളൊരു പ്രൈസിങ് കൊണ്ടുവരുന്നതായിരുന്നു KVA മാക്സിമം ഡിമാൻഡ് താരിഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് 2 പാർട്ട് താരിഫ്. നേരത്തെ നമ്മൾ പഠിച്ച 2 പാർട്ട് താരിഫിൻ്റെ മോഡിഫൈഡ് വേർഷൻ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, പവർ ഫാക്ടർ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ KVAയുടെ വാല്യൂ കൂടില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഈ പവർ ഫാക്ടർ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യും. അങ്ങനെ പവർ ഫാക്ടർ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് KVA റേറ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു പവർ ഫാക്ടർ താരിഫിലെ ആദ്യത്തെ KVA മാക്സിമം ഡിമാൻഡ് താരിഫ്. രണ്ടാമത് സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ്. ഒരു 0.8 നമ്മൾ റെഫറൻസ് ആക്കി എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 0.8 താഴെ പോയി എന്ന് വിചാരിക്കുക, 0.7 0.6 ഒക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് കുറഞ്ഞതിന് വേണ്ടിയിട്ട് നമ്മളൊരു പെനാൽറ്റി ഈടാക്കുക. ഓക്കെ, അതല്ല ആ ഉപയോഗിക്കുന്ന ലോഡ് 0.8 മേലെ പോകുകയാണെന്ന് വിചാരിച്ചു, 0.9 0.95 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ലോഡ് മേലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ വരുന്നതിനാണ് നമ്മൾ സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് എന്ന് പറയുന്നത്. അടുത്ത KW അല്ലെങ്കിൽ KVAR താരിഫ് എന്ന് പറയുന്നത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ഈടാക്കുക. KW ഒരു ചാർജ്, KVAR ഒരു ചാർജ് ഈടാക്കുക. അയാൾ മോർ പവർ ഫാക്ടർ വലിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, KVAR ആൾക്ക് വ്യത്യാസം വരും, അയാൾക്ക് പെനാലിറ്റി കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു രീതിയിൽ ഓഫ് അറേഞ്ച്മെൻറ്റാണ് നമ്മൾ പവർ ഫാക്ടർ താരിഫ് എന്ന് പറയുന്നത്. അതേപോലെ ലാസ്റ്റ് ആണ് 3 പാർട്ട് താരിഫ്.
ഓക്കെ, 3 പാർട്ട് താരിഫ് ഇപ്പോൾ നമ്മുടെ വീട്ടിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ കമേഴ്ഷ്യലായിട്ട് ഉപയോഗിച്ച് വരുന്നതും വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു താരിഫാണ് 3 പാർട്ട് താരിഫ്. ഇത് എന്താണ്, ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് എത്ര മാക്സിമം ഡിമാൻഡ് ഉണ്ട്, അത് ബി ഇൻറ്റു കെ ഡബ്ല്യു പ്ലസ് ചാർജ് പെർ കെ ഡബ്ല്യു എച്ച് ഓഫ് എനർജി കൺസ്യൂംഡ് 3. അപ്പോൾ എ ഫിക്സഡ് ചാർജ് അത് എപ്പോഴും ഉണ്ടാവും, ബില്ലിങ്ങിൽ ഉണ്ടാവും, പ്ലസ് ബി ഇൻറ്റു കെ ഡബ്ല്യു, നമ്മൾ എത്ര കെ ഡബ്ല്യു ഉപയോഗിക്കുന്നു അതിൻ്റെ റേറ്റ്, പ്ലസ് നമ്മൾ കെ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു ഇൻറ്റു അതിൻ്റെ ബേസ് റേറ്റ്. ഇങ്ങനെ വരുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 3 പാർട്ട് താരിഫ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നോക്കാം. ഇതിൽ കുറച്ചൊക്കെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ. കുറേ പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. എക്സാമിന് മുമ്പ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ട് പോകാം. എ കൺസ്യൂമർ ഹാസ് ദ മാക്സിമം ഡിമാൻഡ് ഓഫ് 20 kW അറ്റ് 40% ലോഡ് ഫാക്ടർ. ഇഫ് ദ താരിഫ് ഈസ് 100 per kW, the maximum demand plus 10 paise per kWh. ഫൈൻഡ് ദി ഓവറോൾ കോസ്റ്റ് പെർ കെ ഡബ്ല്യു എച്ച്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്, മാക്സിമം ഡിമാൻഡ് അവർ തന്നിട്ടുണ്ട്, എം ഡി. ഓക്കെ, മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്, 20 kW ആണെന്ന് തന്നിട്ടുണ്ട്. ലോഡ് ഫാക്ടർ എത്രയാണ് തന്നിട്ടുണ്ട്, 40%. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട് ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ഡിമാൻഡിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ട്, 100 per kW ആണ് തന്നിട്ടുണ്ട്. പിന്നെ 10 പൈസ 0.10 പൈസ പെർ കെ ഡബ്ല്യു എച്ച്, ഓരോ ഉപയോഗിക്കുന്ന എനർജിക്കും 10 പൈസ കെ ഡബ്ല്യു എച്ച് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എത്രയാണ് ആനുവൽ ചാർജ് എന്നാണ്. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദി കോസ്റ്റ് പെർ കെ ഡബ്ല്യു എച്ച്. ഒരു കെ ഡബ്ല്യു എച്ചിന് എത്ര കോസ്റ്റ് വരുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ജനറേഷൻ കൺസ്യൂംഡ് കാണണം. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമുക്ക് ഒരു യൂണിറ്റിന് എന്ത് മനസ്സിലായി എന്ന് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ 1000 രൂപ വന്നു, അതിൽ നമുക്ക് 3000 യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്ന് മനസ്സിലായാൽ മാത്രമേ ഒരു യൂണിറ്റിന് എന്തായാലും നമുക്ക് കിട്ടുള്ളൂ, ഒരു കെ ഡബ്ല്യു എച്ചിന് നമുക്ക് എത്ര കിട്ടിയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്താ ചെയ്യണം, ആനുവൽ ചാർജ് കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ എത്ര യൂണിറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കുന്നത് എത്ര യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തു, യൂണിറ്റ്സ് കൺസ്യൂംഡ് പെർ ഇയർ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. യൂണിറ്റ് എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ 8760 അവേഴ്സാണ് നമുക്കറിയാം. മാക്സിമം ഡിമാൻഡ് 200 തന്നിട്ടുണ്ട്, ഇൻറ്റു 0.4 എന്ന ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ഇൻറ്റു 8750 എന്ന് പറയുമ്പോൾ 70,800 കെ ഡബ്ല്യു എച്ച്, സോറി 7700 ഓക്കെ, ആ ഒരു യൂണിറ്റ് എത്രയാണ്, 7,800 കെ ഡബ്ല്യു ഓഫ് എനർജിയാണ്, കെ ഡബ്ല്യു എച്ച് ആണ് നമ്മൾ എനർജി കൺസ്യൂം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആനുവൽ ചാർജ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ആനുവൽ ചാർജ് എന്ന് പറഞ്ഞാൽ ആനുവൽ മാക്സിമം ഡിമാൻഡ് ചാർജ് പ്ലസ് ആനുവൽ എനർജി ചാർജ്. ഓക്കെ, ഇത് രണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ആനുവൽ മാക്സിമം ഡിമാൻഡ് ചാർജ് എത്രയാണ് തന്നിട്ടുണ്ട്, 100 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 100 ഇൻറ്റു 200. ഓക്കെ, 200 എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് 200 കെ ഡബ്ല്യു ആണെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ഒരു കെ ഡബ്ല്യു മാക്സിമം ഡിമാൻഡിൽ 100 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയായി, 100 ഇൻറ്റു 200 പ്ലസ് ആനുവൽ എനർജി ചാർജസ്. ഒരു കെ ഡബ്ല്യു എച്ചിന് എത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 10 പൈസയാണെന്ന് തന്നിട്ടുണ്ട്. സോ 0.1 ഇൻറ്റു 7,800. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് എത്ര, 90,080 എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ കോസ്റ്റ് പെർ കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് എത്രയായി, ഈ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.1285 പൈസ. ഓക്കെ അല്ലേ, അപ്പോൾ ഇതാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. എനർജി കൺസ്യൂംഡ് ആദ്യം കണ്ടുപിടിക്കുക, ആനുവൽ ചാർജസ് കണ്ടുപിടിക്കാനുള്ളത് എല്ലാവരും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അത് അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര ഓവറോൾ കോസ്റ്റ് പെർ കെ ഡബ്ല്യു എച്ച്, ഒരു കെ ഡബ്ല്യു എച്ചിന് ഓവറോൾ കോസ്റ്റ് എന്ത് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ദ മാക്സിമം ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ഈസ് 20 ആംപിയർ അറ്റ്
200 വോൾട്ട്. ഹിസ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 8760. ഇഫ് ദ എനർജി ചാർജ് ഈസ് റേറ്റ് 20 പൈസ് per unit for 500 hour use of maximum demand per annum plus 10 പൈസ് unit for additional units. Calculate the annual bill equivalent flat rate. ഇത്രയാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അയാളുടെ നമ്മൾക്ക് എപ്പോഴും അന്നത്തെ പോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എത്ര എനർജി ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അയാൾക്ക് തന്നിരിക്കുന്ന മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത്രയാണ് അയാൾക്ക് മാക്സിമം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹിസ് ടോട്ടൽ എനർജി കൺസംഷൻ ഈസ് 8760 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെ പോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും അഡീഷണൽ ചാർജസ് ഒക്കെ കൊടുക്കേണ്ടി വരും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മാക്സിമം ഡിമാൻഡിന് മേലെ പോയി കഴിഞ്ഞാലൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പവർ ഫാക്ടറും ഒന്നും പറയാത്തതുകൊണ്ട് നമ്മളതെല്ലാം യൂണിറ്റിൽ എടുത്തു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. മാക്സിമം ഡിമാൻഡ് ഓഫ് എ കൺസ്യൂമർ ഈസ് 20 ആംപിയർ. അയാളുടെ ആംപിയർ തന്നിട്ടുണ്ട്. വോൾട്ട് 220 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അയാളുടെ എനർജി കൺസംഷൻ, ടോട്ടൽ എനർജി കൺസംഷൻ പറഞ്ഞാൽ 8760 kWh ആണ് തന്നിട്ടുണ്ട്. ഇഫ് ദ എനർജി ചാർജ്ഡ് 20 പൈസ് per unit for 500 hour use. ഓക്കെ, 500 യൂസിന് 20 പൈസ് പെർ യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. ഓഫ് ദി മാക്സിമം ഡിമാൻഡ് പെർ ആനം. ഓക്കെ, അങ്ങനെ ചെയ്യാം. പ്ലസ് 10 പൈസ് പെർ യൂണിറ്റ് ഫോർ അഡീഷണൽ യൂണിറ്റ്. അപ്പോൾ ആനുവൽ ബില്ല് എന്നാണ്, ഇക്വലന്റ് ഫ്ലാറ്റ് റേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അയാളുടെ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആംപിയർ ഇൻറ്റു വോൾട്ട് ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡഡ് ബൈ 1000. KWH കിലോ വാട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പവർ പി ഈസ് ഈക്വൽ ടു VI cos φ എന്നുള്ള ഫോർമുല തന്നെ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്തു. വോൾട്ട് 220 തന്നു, കറൻറ്റ് 20 തന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി മാക്സിമം ഡിമാൻഡ് 4.4 kWh ആണ് തന്നു. ഓക്കെ, അപ്പോൾ അയാൾ യൂണിറ്റ് കൺസ്യൂംഡ് ഇൻ 500 hours തന്നിട്ടുണ്ട്. ഇഫ് ദി എനർജി ചാർജ് 20 പൈസ് പെർ യൂണിറ്റ് ഫോർ 500 hour യൂസ് ഓഫ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഈ 500 മണിക്കൂർ ഇയാൾ മാക്സിമം ഡിമാൻഡ് ഉപയോഗിച്ചു. 500 × 4.4 എന്ന് പറയുന്നത് 2200 kWh ആണ് അയാൾ വിളിച്ചത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇഫ് ദ എനർജി റേറ്റ് 20 പൈസ് ഫോർ 500 hour യൂസ് ഓഫ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ഇത് ചെയ്തു. ഇനി അതിനുശേഷം ദ ചാർജസ് ഫോർ 2200 kWh. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 20 പൈസയാണ് പെർ യൂണിറ്റ് ഓഫ് മാക്സിമം ഡിമാൻഡ് എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, 0.2 × 2200 440. അയാൾക്ക് ഒരു കൊല്ലം എത്ര വരെ ഉപയോഗിക്കാം, 8760 വരെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഹിസ് ടോട്ടൽ എനർജി കൺസംഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. 8760 മൈനസ് എത്രയാണ്, 2200 കഴിയുമ്പോൾ 6560 kWh ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 500 മണിക്കൂർ അയാൾക്ക് മാക്സിമം ഡിമാൻഡിൽ ഉപയോഗിക്കാം 20 പൈസയിൽ. അതിനുശേഷം പ്ലസ് 10 പൈസ് പെർ യൂണിറ്റ് ഫോർ അഡീഷണൽ യൂണിറ്റ്. അപ്പോൾ അയാൾക്ക് അപ്രൂവ് ചെയ്ത ലിമിറ്റ് എന്ന് പറയുന്നത് ഇതുവരെ അയാൾ ഉപയോഗിച്ചു കഴിഞ്ഞു, 2200 വരെ അയാൾ ഉപയോഗിച്ചു. ബാക്കി 8760 വരെ എത്ര രൂപ കൂടി അയാൾ അഡീഷണൽ കൊടുക്കണം, 10 പൈസ എന്ന് പറയുന്നത് 0.10. അപ്പോൾ അയാൾക്ക് ടോട്ടലായിട്ട് 8760 മൈനസ് 2200 എന്ന് പറയുമ്പോൾ 6560 വന്നു. അപ്പോൾ അതിന് 1 പൈസ വെച്ചിട്ട് കണക്കാക്കുമ്പോൾ 656. നേരത്തെ അയാളുടെ മാക്സിമം ഡിമാൻഡ് 500 അവേഴ്സ് 4.4 ഉപയോഗിച്ചപ്പോൾ അതിൽ 20 പൈസ വെച്ചപ്പോൾ 440, അതിൻ്റെ കൂടെ ഈ 656 കൂടെ ചേർത്തപ്പോൾ 1096 രൂപയാണ് അയാളുടെ ആനുവൽ ബില്ല്. ഇനി ഫ്ലാറ്റ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1094 ഡിവൈഡഡ് ബൈ 8760 ചെയ്യുമ്പോൾ നമുക്ക് 0.125 പൈസ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. അയാൾ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ളത് തന്നിട്ടുണ്ട്. 500 അവേഴ്സ് വരെ അയാൾക്ക് 20 പൈസ നിരക്കിൽ മാക്സിമം ഡിമാൻഡിൽ ഉപയോഗിക്കാം. അതിനുശേഷം അയാൾ ഉപയോഗിക്കുന്ന എല്ലാ ഇതിലും എത്ര പൈസ അഡീഷണൽ നമ്മൾ കൊടുക്കണം, 10 പൈസ അഡീഷണൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ഇവിടം വരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു.
ഇതുവരെയുള്ള നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവിടുന്ന് ഇയാൾ ഇവിടെ ഉപയോഗിക്കുന്നതിനെല്ലാം ഇതിൻ്റെ കൂടെ അഡീഷണൽ 0.1 പൈസ കൂടി കാണണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുവരെ കണ്ടുപിടിച്ചു, പിന്നെ ഇതും കൂടെ കണ്ടുപിടിച്ചു, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തപ്പോഴാണ് നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയ 1096 രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The factor of maximum demand 240 kW 0.8 factor lagging annually consume ചെയ്തിരിക്കുന്ന 5000 യൂണിറ്റ് ആണ്. താരിഫ് പെർ KVA എന്ന് പറയുന്നത് 50 ആണ് ഓഫ് മാക്സിമം ഡിമാൻഡ് പ്ലസ് 10 പൈസ് പെർ യൂണിറ്റ്. കാൽക്കുലേറ്റ് ദി ഫ്ലാറ്റ് റേറ്റ് ഓഫ് consumption. What will be the annual saving if the power factor rises to unity? ഓക്കെ, അയാളുടെ മാക്സിമം ഡിമാൻഡ് എത്രയും തന്നിട്ടുണ്ട്? 240. അവിടെ തന്നിട്ടുണ്ട് മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 തന്നിട്ടുണ്ട്. അയാൾ ഉപയോഗിക്കുന്ന അവിടുത്തെ പവർ ഫാക്ടർ ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട് 0.8. പോയ പ്രോബ്ലത്തിൽ അത് തരാത്തത് കൊണ്ടാണ് നമ്മൾ പവർ ഫാക്ടർ യൂണിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തതായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് എത്ര അയാൾ ആനുവൽ റേറ്റ് എത്ര ഉപയോഗിക്കുക പറഞ്ഞാൽ 50,000 യൂണിറ്റ്സ് വരെ ഉപയോഗിക്കാം. എനർജി റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 10 പൈസ പെർ യൂണിറ്റ് ആണ്. ഡിമാൻഡ് ചാർജ് എന്ന് പറയുന്നത് 50 റുപ്പീസാണ് പെർ KW. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? KVA കണ്ടുപിടിക്കണം. ഓക്കെ, KVA കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പവർ ഡിവൈഡ് ബൈ പവർ ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ KVA കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 300 KVA ആണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 KVA. അപ്പോൾ നമുക്ക് ആനുവൽ എനർജി ചാർജ് എന്ന് പറയുന്നത് 500 × 10 പൈസ. 5000 യൂണിറ്റ് ആണ് നമുക്ക് ഉപയോഗിക്കണമെന്നും അതിന് റേറ്റ് 10 പൈസയാണെന്നും ഫസ്റ്റ് തന്നുകൊണ്ട് 5000 റുപ്പീസ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യം KVA കണ്ടുപിടിച്ചു, പിന്നെ നമുക്ക് അതിൻ്റെ റുപ്പീസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മന്ത്ലി ഡിമാൻഡ് ചാർജ് 50 × 300 ഇവിടെ തന്നിട്ടുണ്ട്. 50 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 300 നമ്മൾ KVA കണ്ടുപിടിച്ചിട്ടുണ്ട്. മാക്സിമം ഡിമാൻഡ് ഇവിടെ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ 50 × 300 15,000 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ ആനുവലി ഡിമാൻഡ് ചാർജ് പറഞ്ഞാൽ ഇത് എത്രയാണ്? ഓരോ മന്ത് ആണ് ഇതുള്ളത്. അപ്പോൾ 1 ഇയറിലേക്ക് എത്രയാണ്? ഇത് × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ കിട്ടും. അതാണ് 1,80,000. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് ആനുവൽ ബിൽ പവർ ഫാക്ടർ 0.8. ഓക്കെ, നമ്മൾ രണ്ട് കണ്ടീഷൻ ഇവിടെ നോക്കണം. 0.8 ആയ സമയത്തും 1 ആവുന്ന സമയത്തും യൂണിറ്റ്. അപ്പോൾ ഇവിടെ 0.8 ആയി കഴിഞ്ഞാൽ നമുക്ക് 5000 റുപ്പീസാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആനുവൽ എനർജി ചാർജ് ആനുവൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് 5000 റുപ്പീസ്. അപ്പോൾ നമുക്ക് ടോട്ടലി വരുന്നത് എത്രയാണ്? 1,85,000 റുപ്പീസാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റ് റേറ്റിൽ കണക്കാക്കുകയാണെങ്കിൽ 1,85,000 യൂണിറ്റ് ഉപയോഗിച്ചു ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 3 രൂപ 70 പൈസയാണ് ഒരു യൂണിറ്റിന് ചാർജ് വരുന്നത്. ഇതേ നമ്മൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നേരത്തെ നമ്മളിവിടെ KVA കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? KVA = തന്നിരിക്കുന്ന 240 ഡിവൈഡ് ബൈ പവർ ഫാക്ടർ 0.8 ഉപയോഗിച്ചു. ഇവിടെ നോക്കിയാൽ KVA = 240 KW ഡിവൈഡ് ബൈ പവർ ഫാക്ടർ 1 ആണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് KVA വീണ്ടും എത്ര തന്നെയാണ്? 240 തന്നെയാണ്. ഓക്കെ, 240 തന്നെയുണ്ട്. എന്നിട്ട് മന്ത്ലി ഡിമാൻഡ് ചാർജ്. ഓക്കെ, നമ്മളിവിടെ എത്ര ചെയ്തു? മന്ത്ലി ഡിമാൻഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്തു 50 × 300. അപ്പോൾ അവിടെ 300 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു വന്നത്? 240 ഡിവൈഡഡ് ബൈ 0.8 ആയിരുന്നു. ഇവിടെ 240 തന്നെ വരിക. കാരണം 240 ഡിവൈഡ് ബൈ പവർ ഫാക്ടർ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ 12,000 രൂപ വന്നു. 12 മാസം പറഞ്ഞാൽ ഒരു വർഷമായി 1,44,000 ആയി. അതിൻ്റെ കൂടെ നമ്മുടെ 5000 വന്നു. 1,49,000 തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പവർ ഫാക്ടർ 1 ആക്കിയപ്പോൾ അയാൾക്ക് എത്ര രൂപ സേവായി? ഒരു വർഷത്തിൽ 36,000 രൂപ അയാൾക്ക് സേവായി. നേരത്തെ പവർ ഫാക്ടർ 0.8 ആയ സമയത്ത് 1,85,000, പവർ ഫാക്ടർ 1 ആയപ്പോൾ 1,49,000 രൂപയാണ് വന്നത്. അപ്പോൾ അയാൾ സേവിങ്സ് എത്രയാണ്? ഒരു യൂണിറ്റിന് അയാൾ 0.72 പൈസ അയാൾ സേവ് ചെയ്തു. ക്ലിയർ അല്ലേ? അയാൾ ഉപയോഗിച്ച
കൺസംഷൻ റേറ്റ് മാറുന്നില്ല, അത് 50,000 തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അയാൾ എത്ര രൂപയാണ് സേവ് ചെയ്തത്? 46,000 രൂപയാണ് സേവ് ചെയ്ത ഡിവൈഡ് ബൈ എത്ര യൂണിറ്റിന്? 5,000 യൂണിറ്റിന്. ഓക്കെ, 50,000. അപ്പോൾ അത് ടോട്ടൽ എത്രയായി? 0.72 റുപ്പീസ് പെർ യൂണിറ്റ് ആണ് വന്നത്. ഇനി അടുത്തത് കേസ് ബി. ഓക്കെ, കേസ് ബി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫാക്ടർ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എന്താ പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് 250 kW, പവർ ഫാക്ടർ അവർ തന്നിട്ടുണ്ട് 0.70 പവർ ഫാക്ടർ ലാഗിങ് ആണ് തന്നു. ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് 30,000 യൂണിറ്റ് ആണ്. താരിഫ് 60 റുപ്പീസ് പെർ kV ആണ്. ഡിമാൻഡ് പ്ലസ് 15 പൈസ പെർ യൂണിറ്റ്. കാൽക്കുലേറ്റ് ദി ഫ്ലാറ്റ് റേറ്റ് ഓഫ് എനർജി കൺസംഷൻ സേവ്ഡ് യൂണിറ്റ്. അപ്പോഴേ നമ്മൾ കണ്ടുപിടിച്ച അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ 0.707 ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 707 കണ്ടുപിടിച്ചു. അപ്പോൾ 250 ഡിവൈഡഡ് ബൈ 0.707 എന്ന് പറഞ്ഞപ്പോൾ 353 kVA കിട്ടി. അപ്പോൾ അതിൽ മാക്സിമം ഡിമാൻഡ് എത്രയാണെന്നുള്ളത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആനുവൽ എനർജി ചാർജ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഫസ്റ്റ് കേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ 60 പെർ kVA പെർ മന്ത് ടിപ്പിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 60 × 353 ഇത്രയും രൂപ കിട്ടി. ഒരു വർഷത്തേക്ക് ഇത്രയും കിട്ടി. അപ്പോൾ പവർ ഫാക്ടർ 0.07 ആണെന്നുണ്ടെങ്കിൽ ആനുവൽ ഡിമാൻഡ് ചാർജ് പ്ലസ് എനർജി ചാർജ് എല്ലാം കൂടി ചേർത്തുമ്പോൾ ഇത്രയും രൂപ നമുക്ക് കിട്ടും. 2,59,096 രൂപ കിട്ടും. ഇതെല്ലാം നമ്മൾ ഫ്ലാറ്റ് റേറ്റിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിവൈഡ് ബൈ 30,000. അപ്പോഴേ കണ്ടുപിടിച്ചാൽ അതേ രീതിയിലുള്ള തന്നെ ചെയ്യുക. 8 രൂപ 64 പൈസ നമുക്ക് കിട്ടും. യൂണിറ്റിൽ ഇമ്പ്രൂവ് ചെയ്തത് എന്താവും? നമ്മൾ അപ്പോഴേ ഇവിടെ ഡിവൈഡ് ബൈ 0.707 ചെയ്യേണ്ട 250 kVA തന്നെയാണ്. ബാക്കി ഇത് 15,000 തന്നെയാണ്. ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 1,80,000 കിട്ടി. പ്ലസ് 4,500 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ടോട്ടൽ 1,84,500 കിട്ടി. അപ്പോൾ പവർ ഫാക്ടർ ആക്കിയപ്പോൾ അയാൾക്ക് സേവിങ്സ് എത്ര രൂപ കിട്ടി? 74,596 രൂപ 89 പൈസ കിട്ടി. അപ്പോൾ അയാൾക്ക് കോസ്റ്റ് സേവിങ്സ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 രൂപ 49 പൈസ. അപ്പോഴേ നമ്മൾ ചെയ്ത അതേ തന്നെ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ മാറിയുള്ളൂ. അപ്പോൾ 0.8 എന്ന് വന്നപ്പോൾ അയാൾക്ക് വരുന്ന 0.707 എന്ന് വന്നപ്പോൾ അയാൾക്ക് വന്ന രൂപ 8 രൂപ 64 പൈസയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ആക്കിയപ്പോൾ അതിന് അയാൾക്ക് 2 രൂപ 49 പൈസയുടെ ലാഭം കിട്ടി. അപ്പോൾ എത്രയാണ്? 5, ഇതിൽ 5 ബാക്കി 1, 8 2 പോയാൽ 6 രൂപ. ഓക്കെ, 6 രൂപ 15 പൈസയായിട്ട് അയാൾക്ക് ഒരു യൂണിറ്റിന് കുറയ്ക്കാൻ പറ്റി. നേരത്തെ 8 രൂപ 64 പൈസ കൊടുത്തുകൊണ്ടിരുന്നവിടെ ഇപ്പോൾ 6 രൂപ 15 പൈസ കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയാണ് താരിഫിൻ്റെ ഉള്ളത്. വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടെ നോക്കിയിട്ട് വൃത്തിയായിട്ട് പഠിക്കാം.